ഇനി നമുക്കൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പൊറോട്ട ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതിലോട്ട് ആവശ്യത്തിന് സവോള, ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല ഒക്കെ റെഡി ആയി കഴിയുമ്പോൾ അതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട റെഡി ആയിട്ട് വരുമ്പോൾ അതിലോട്ട് ബീഫ്, കറി വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫൈനലി നമ്മുടെ പൊറോട്ട മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മേലക്കൂടെ കുറച്ചും കൂടി ബീഫിൻ്റെ മസാലയും ഗ്രേവിയൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫൈനലി ജസ്റ്റ് ഒന്ന് നമുക്ക് അതിനൊന്ന് ഗാർണിഷ് ചെയ്യാനും കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനും വേണ്ടി കുറച്ച് മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി, സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില, വേണമെങ്കിൽ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. സോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള കൊത്തു പൊറോട്ട റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.